ആഴ്ചയിലെ നമ്മുടെ വചന ധ്യാനം എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ തുടർന്ന് അതിനോട് ചേർന്ന് വരുന്ന ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വാക്യമായി എടുത്ത അത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 6-ാം അധ്യായം 10-ാം വാക്യമാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 6-ാം അധ്യായം 10-ാം വാക്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ശ്രദ്ധിക്കണേ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയമാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലമാണ്. ഇത് കാംക്ഷിച്ചിട്ട്, അതായത് ദ്രവ്യത്തെ കാംക്ഷിച്ചിട്ട് അനേകർ വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നുവല്ലോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ദ്രവ്യാഗ്രഹത്തെ മറ്റൊന്നിനോട് കൂടെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. അത് നമുക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ദ്രവ്യാഗ്രഹത്തെ മറ്റൊരു സംഗതിയോട് ചേർത്ത് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ കാണുന്നു. 3-ാം വാക്യം മുതൽ നമുക്ക് വായിച്ചു പോകാം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ പേർ പറക പോലും അരുത്. ദുർനടപ്പും അടുത്തത് യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം ഈ വക നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് വിശുദ്ധന്മാർക്ക് ഉചിതമായിരിക്കുന്നത് എന്താണ്? ഈ രീതിയിലായിരിക്കണം. ദുർനടപ്പ്, അശുദ്ധി, പിന്നെ അത്യാഗ്രഹം ഈ വക നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും വരുത്. വിശുദ്ധന്മാർക്കുചിതമായ ജീവിത ശൈലി ഇതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ വിശുദ്ധന്മാർക്ക് ചേർച്ചയല്ലാത്ത യാതൊന്നും അരുത്. താങ്ക്സ് ഗിവിംഗ്, എല്ലാത്തിനും ദൈവസന്നിധിയിൽ നന്ദി കൊടുക്കുന്ന ഒരു മനോഭാവമാണ് വേണ്ടുന്നത്. ഇനി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. 5-ാം വാക്യമാണ് അല്ലേ? ദുർനടപ്പുകാരൻ അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ ആ വാക്യം ഉറപ്പിച്ചു വായിക്കണം. അവിടെ അത്യാഗ്രഹിയായ വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. ശ്രദ്ധിക്കണേ, ഈ ദ്രവ്യാഗ്രഹി ആരാണ്? അവൻ വിഗ്രഹാരാധിയാണ് അല്ലേ? അപ്പോൾ ദ്രവ്യാഗ്രഹി വിഗ്രഹാരാധിയാണ്, അത്യാഗ്രഹി വിഗ്രഹാരാധിയാണ് എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. ആരുടെ ഒക്കെ രാജ്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്?
ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രണ്ടുപേരെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്രിസ്തുവിനെ വേറെ, ദൈവത്തെ വേറെ. ഇങ്ങനെ അനേക ഇടങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇക്കാര്യം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവും ദൈവവും ഒരാളല്ല, ക്രിസ്തു വേറെ, ദൈവം വേറെ. ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ ഇവർക്ക് അവകാശമില്ല എന്നാണ് പൗലോസ് ശ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണത്? ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. ഇതിനോട് ചേർന്ന് നമുക്ക് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം കൂടെ വായിക്കാം. അതിൻ്റെ 1 മുതൽ വായിച്ചു. നല്ലതാ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ക്രിസ്തു എവിടെ ഇരിക്കുന്നതാണ്? ദൈവത്തിന്റെ വലതുഭാഗത്ത്. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത്. ഒന്ന് പ്രത്യേകം ഉറപ്പിച്ചു വെച്ചോണം. ക്രിസ്തുവും ദൈവവും ഒരാളല്ല എന്ന് വളരെ കൃത്യമായി പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ക്രിസ്തു എവിടെ ഇരിക്കുന്ന പറഞ്ഞത്? ദൈവത്തിന്റെ വലതുഭാഗത്ത്. അല്പം മുമ്പേ നമ്മൾ എഫേസ്യ 5-ാം അധ്യായത്തിൽ വായിച്ച വാക്യത്തിൽ എന്താണ് പറയുന്നത്? ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ, എവിടെ ഇരിക്കുന്നതാണ്? ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആ ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ അന്വേഷിക്കണം. ഉറപ്പുണ്ടോ? ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇപ്പറഞ്ഞിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതാണ്. ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ളതായ ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ അന്വേഷിപ്പീൻ എന്നാണ് പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നത്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും ആരെ? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരും ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നവരായ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? അവനോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആ തേജസ്സിൽ വെളിപ്പെടുവാനായി ആശ വച്ചിരിക്കുന്ന ആ പ്രത്യാശയുള്ള ദൈവ മക്കൾ അവർക്ക് വേണ്ടുന്നതായ ചിട്ട വളരെ കൃത്യമായി എടുത്തു പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ഭാഗത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ പ്രത്യാശ ഇതാണോ എന്ന് നമ്മൾ പരിശോധിച്ചുറപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പലരും നമ്മൾ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ എവിടെ കല്യാണം കഴിക്കും, മരിച്ചുപോയാൽ എവിടെ കുഴിച്ചിടും എന്നാണ് ചോദിക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശ മക്കളെ എവിടെ കല്യാണം കഴിപ്പിക്കുമെന്നുള്ളതല്ല, മരിച്ചുപോയാൽ എവിടെ ശരീരം മറവ് ചെയ്യുമെന്നുള്ളതല്ല. പിന്നെ എന്താണ് അവന്റെ പ്രത്യാശ? അവന്റെ പ്രത്യാശ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടേണ്ടതാണ്. ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ളത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ നിത്യജീവനാണ് അവന്റെ ഏറ്റവും വലിയ പ്രത്യാശ. ആ നിത്യജീവനെ ഉറപ്പിക്കേണ്ടതിനായി ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ പരിശോധിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഉപദേശത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, അതോ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അങ്ങനെയുള്ള ഉപദേശങ്ങളെ
അങ്ങനെയുള്ള കൊടിയ ചെന്നായ്ക്കളുടെ ആശയങ്ങളെ ആണോ നിങ്ങൾ പിൻപറ്റുന്നത്, അതോ ക്രിസ്തുവിന്റെ ഉപദേശത്തിലാണോ എന്നുള്ളത് പരിശോധിച്ചുറപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടേണ്ടതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യാശ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് 5-ാം വാക്യം, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുകയാണ് വേണ്ടത്. പ്രൈസ് ഗോഡ്. ഈ മേൽപ്പറഞ്ഞ ലിസ്റ്റ് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ വക നിമിത്തം ഏതൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്നൊരു കാലം നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. വിശ്വാസിയായെങ്കിൽ, ദൈവഭക്തനായെങ്കിൽ, ക്രിസ്തുവിന്റെ അനുഗാമിയായി, ക്രിസ്തുവിനെ പിന്തുടരുന്നവനായി, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവനായി മാറിയെങ്കിൽ നിന്റെ ഇടയിൽ അത് പേർ പറക പോലും അരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വക നിമിത്തം ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, പിന്നെ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടില്ല. ഇവയെ മരിപ്പിക്കണം. നമ്മുടെ അവയവങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗങ്ങളെ, ഈ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം, അത്യാഗ്രഹം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ മരിപ്പിച്ചു കളയണം. മരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? എന്താണ്? ഒന്നിനോടും പ്രതികരണമില്ലാത്ത അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. മരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞ ഒരു ശരീരം എന്തിനോടെങ്കിലും പ്രതികരിക്കുമോ? ഒന്നിനോടും പ്രതികരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവയവങ്ങളെ മരിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന അവയവങ്ങളെ നമ്മൾ മരിപ്പിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാഗ്രഹം എന്ന് പറയുന്നത്, ഈ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തിനാ ഊന്നൽ കൊടുക്കുന്നത്? അത്യാഗ്രഹം എന്തിനാണ് അവിടെ ഊന്നൽ കൊടുക്കുന്നത്? ദ്രവ്യാഗ്രഹം മാത്രമല്ല, പദവികൾ. എവിടെയും എനിക്ക് അധികാരം വേണം, ഞാൻ അധികാരമോഹിയാകരുത്. അധികാരമോഹം, വസ്തുവകകളോടുള്ള, ധനത്തോടുള്ള അത്യാർത്തി, ഈ വകയായ കാര്യങ്ങളെ ചേർത്തുകൊണ്ട് പറയുന്ന ഒരു പദമാണ് കവച്ചോസ്നെസ് എന്ന് പറയുന്നത്, അത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വകയെ നമ്മൾ മരിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദ്രവ്യാഗ്രഹം ഉൾപ്പെടെയുള്ള സകലവിധമായ ഭൗതികമായ വസ്തുക്കളോടുള്ള അതിയായ ആഗ്രഹം, എങ്ങനെയും അതിനെ നമ്മൾ നമ്മുടേതാക്കി മാറ്റണമെന്നുള്ളതായ സ്വാർത്ഥതയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആ അവയവങ്ങളെയൊക്കെയും മരിപ്പിക്കുന്നവരായി നമ്മൾ മാറേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഈ വകയെ മരിപ്പിച്ചു കളയണം. ഈ വക നമ്മുടെ ഇടയിൽ പേർ പറയുക പോലും അരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നത്. അപ്പോൾ ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ആരുടെ മേലായി ഈ വകയൊക്കെ കൊണ്ടുള്ള ദൈവകോപം വരുന്നത്? അനുസരണം കെട്ടവർ. ആരാപ്പ ഈ വക പ്രവൃത്തികൾ ചെയ്യുന്നത്? അനുസരണം കെട്ടവരാണ് ഈ വക പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം. എന്തിനോട് അനുസരണം കാണിക്കണം?
ദൈവത്തോടും ദൈവത്തിൻ്റെ ആലോചനകളോടും അനുസരണം കാണിക്കണം. ക്രിസ്തു പഠിപ്പിച്ചതായ ഉപദേശങ്ങളോട് അനുസരണം കാണിക്കണം. ക്രിസ്തു പാലിക്കുവാനായി നമ്മോട് നിർദ്ദേശിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളോട് അനുസരണം കാണിക്കണം. അപ്പോൾ ദ്രവ്യാഗ്രഹം സകല ദോഷങ്ങൾക്കും മൂലമാണ്. അത്യാഗ്രഹി എന്ന് പറയുന്നത് വിഗ്രഹാരാധിയാണ്. ഇവിടെ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ 4-ാം വാക്യം മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എന്താണ്? ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. വിഗ്രഹാരാധിയായ അവ ദ്രവ്യാഗ്രഹി ആരാണ്? അവൻ വിഗ്രഹാരാധിയാണ്. ആരാണ് ദ്രവ്യാഗ്രഹി? ആരാണ് അവൻ? വിഗ്രഹാരാധിയാണ്. അപ്പോൾ ദ്രവ്യത്തോടുള്ള ആഗ്രഹം വിഗ്രഹാരാധനയാണ്. അത്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധന ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന സംഗതിയാണ്. എന്താണ് വിഗ്രഹാരാധന? നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനേക്കാൾ അധികമായി അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്നതായ സ്ഥാനം എന്തിനു കൊടുക്കുന്നുവോ അത് വിഗ്രഹാരാധനയാണ്. അത് നമ്മുടെ ദൈവമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ വിഗ്രഹാരാധനയായി പരിഗണിക്കുന്നത്. അപ്പോൾ സകലത്തിൻ്റെ സൃഷ്ടാവായ സത്യേക ദൈവത്തെക്കാൾ അധികമായി ഈ ലോകത്തിലുള്ള എന്തിനേയും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏറ്റവും പ്രാമുഖ്യമുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥാനത്തേക്ക് അതിനെ പ്രതിഷ്ഠിക്കുന്നുവെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. അപ്പോൾ വിഗ്രഹാരാധനയെ വിശുദ്ധ ബൈബിൾ അത്യാഗ്രഹത്തെയും ദ്രവ്യാഗ്രഹത്തെയും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് വിഗ്രഹാരാധന ആയിട്ടാണ്. എന്തിനെല്ലാമാണ്? അത്യാഗ്രഹത്തെയും ദ്രവ്യാഗ്രഹത്തെയും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് വിഗ്രഹാരാധനയായിട്ടാണ്. നാം നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ലക്ഷ്യം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിലേക്കുള്ള പ്രവേശനമാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടണമെന്നുള്ള പ്രത്യാശയാണെങ്കിൽ ആ പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട സംഗതികളെയാണ് ഇവിടെ തിരുവെഴുത്ത് എടുത്തു കാണിക്കുന്നത്. നമ്മൾ ദുർനടപ്പ്, അശുദ്ധി, അതിരാഹം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള അവയവങ്ങളെ നമ്മൾ മരിപ്പിക്കണം. പിന്നെ 5-ാം വാക്യം വരെ നമ്മൾ വായിച്ചത് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്ന് പൗലോസ് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ അറിവുണ്ടോ? ഈ അറിവുണ്ടെങ്കിൽ നാം ചിട്ടപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ വിശുദ്ധ വചനങ്ങളോട് ചേർത്ത് ബന്ധിച്ചുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ പ്രത്യാശ എന്താണ്? നിത്യജീവൻ. നിത്യജീവൻ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിത്യമായി വാസം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാഗ്ദത്തം തന്നതും അതേപോലെ തന്നെയാണ്. താനായിരിക്കുന്ന ഇടത്തെ നമ്മുടെമായിരിക്കേണ്ടതിന് നമ്മെ ചേർത്ത് കൊള്ളുവാൻ വരും എന്നുള്ള വാഗ്ദത്തമാണ്. നമ്മളത് വായിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യഭാഗത്തിലാണ് നമ്മളത് വായിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ലെറ്റ് യുവർ ഹാർട്ട്സ് നോട്ട് ബി ട്രബിൾഡ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന്. ഈ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു മുന്നോട്ട് വെച്ച ഈ വാഗ്ദത്തങ്ങളിലാണ്. ആകയാൽ എൻ്റെ പ്രിയരെ, നാം നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമുണ്ടാകണമെങ്കിൽ നമ്മൾ ദുർനടപ്പുകാരാകരുത്, അശുദ്ധരാകരുത്, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹിയാകരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നത് നാം ശ്രദ്ധിക്കുക. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്ഥലാകാഗ്രമാക്കാം. വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് ആധാരമായി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവാസനത്തിൽ വടക്കാം. കേൾക്കപ്പെട്ട വചനങ്ങൾ മുമ്പിൽ നാം എല്ലാവരും സമർപ്പണത്തോടെയും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോൾ പ്രിയ തോമസ് കുട്ടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും.